എല്ലാവർക്കും റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേ ഡയഗ്രാംസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഇതിന്റെ ഇതുവരെയുള്ള ഭാഗം, അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ഭാഗം വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് റേ ഡയഗ്രാംസും അതുപോലെ തന്നെ മിറർ ഫോർമുലയും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 8 റേ ഡയഗ്രാംസ് പഠിക്കാനുണ്ട്. കോൺകേവ് മിററിന്റെ കേസിൽ 6 റേ ഡയഗ്രാംസ്, അതേപോലെ കോൺവെക്സ് മിററിന്റെ കേസിൽ 2 റേ ഡയഗ്രാംസ് പഠിക്കാനുണ്ട്. അപ്പോ മിക്ക കുട്ടികൾക്കും റേ ഡയഗ്രാംസ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ റേ ഡയഗ്രാംസ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാം എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഏതൊരാൾക്കും ഈ 4 റൂള് പഠിച്ചു കഴിഞ്ഞാൽ ഏത് റേ ഡയഗ്രാം സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഈ 4 റൂളുകൾ എന്ന് നോക്കാം. അപ്പോ ഒന്നാമത്, അപ്പൊ അതിനു മുമ്പ് ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പൊ നമുക്ക് 2 ടൈപ്പ് മിററുകൾ ഉണ്ട്. സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ട്, 2 ടൈപ്പ് സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ട്. ഒന്നാമത്തേതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോൺകേവ് മിറർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് കോൺകേവ് മിറർ. ഇനി കുറച്ച് ടേംസ് നമ്മൾ ആ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താം, എന്നിട്ട് നമുക്ക് ഈ റൂൾസിലേക്ക് പോകാം. അപ്പൊ ഒരു കോൺകേവ് മിററിന്റെ മിഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോൾ. അത് നമ്മൾ പി എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഒരു കോൺകേവ് മിറർ ഒരു സ്ഫെറിക്കൽ ഒരു സ്ഫിയർ ആണ്. ഇത് നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഫിയർ കിട്ടും. ഏതൊരു സ്ഫിയറിനും ഒരു സെന്റർ ഉണ്ടാകും. ആ സെന്ററിനെ സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രത കേന്ദ്രം എന്ന് പറയുന്നു. ഇനി ഇതിലൂടെ കടന്നു പോകുന്ന ഈ ലൈനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഇത് പോൾ. ഇനി ഒരു കോൺകേവ് മിറർ, അതേപോലെ തന്നെ ഇനി എന്തുണ്ട് അടുത്തത്, കോൺവെക്സ് മിറർ ഉണ്ട്. നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തത് സിൽവർ കോട്ടിംഗ് ആണ്. അപ്പോ ഈ ഒരു ഭാഗമാണ് റിഫ്ലക്ടിംഗ് ഏരിയ, ഈ ഒരു ഭാഗം മിററിന്റെ പിറകുവശമാണ് അവിടെ റിഫ്ലക്ടിംഗ് ഏരിയ അല്ല. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ നൊട്ടേഷൻ ചെയ്യാം. ഇതെന്താണ്, പോൾ. അതേപോലെ തന്നെ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർക്കിൾ കിട്ടും. അതിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി ഒരു കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺവെർജിംഗ് മിറർ ആണ്. ഏത് ഭാഗം, അതായത് പാരലൽ ആയിട്ട് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ ലൈറ്റുകളും ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. അപ്പൊ കോൺകേവ് മിററിന്റെ കേസിൽ ലൈറ്റ് ഫോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ലൈറ്റുകളും ഒരേ പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റുകളെല്ലാം ഒരേ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ്. അത് നമ്മൾ എഫ് എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഒരു കോൺവെക്സ് മിററിൽ ലൈറ്റ് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺവെർജ് അല്ല ചെയ്യുന്നത്, എല്ലാ ലൈറ്റുകളും അകന്നു പോവാണ്, ഡൈവേർട്ട് ചെയ്യാണ്. അപ്പോ ഇവിടുന്ന് ലൈറ്റ് വന്നു, ഡൈവേർട്ട് ചെയ്ത് പോയി. പാരലായിട്ട് ലൈറ്റ് വന്നു, അത് ഡൈവേർട്ട് ചെയ്ത് പോയി. അപ്പൊ എല്ലാ ലൈറ്റുകളും ഡീവിയേറ്റ് ചെയ്ത് പോവാണ്. ഈ ഭാഗത്തേക്ക് ലൈറ്റ് പോകില്ല, കാരണം ഇവിടെ സിൽവർ കളർ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പക്ഷേ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ഡോട്ട് ലൈൻ വെച്ചിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്, തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു വെർച്വൽ ഫോക്കസ് എഫ്. അപ്പോൾ ഇതിൽ ഏറ്റവും മനസ്സിലാക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോൺകേവ് മിറർ കൺവെർജിംഗ് ആണ്, എല്ലാ ലൈറ്റുകളും ഒരേ പോയിന്റിലേക്കാണ് മീറ്റ് ചെയ്യുന്നത്. ഒരു കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേർട്ടിംഗ് ആണ്, എല്ലാം അകന്നു പോവുക ചെയ്യുന്നത്. ഒരു കോൺകേവ് മിററിന്റെ ഫോക്കസ് ലെഫ്റ്റ് ഭാഗത്താണ്, ഒരു കോൺവെക്സ് മിററിന്റെ ഫോക്കസ് റൈറ്റ് സൈഡിലാണ്. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ്, റെപ്രസെന്റഡ് ബൈ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഈ ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ദൂരത്തിനെയാണ് ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ എഫ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്, അഥവാ സ്മോൾ ലെറ്റർ എഫ് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ദൂരത്തിനെയാണ് ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ എഫ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതേപോലെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, എപ്പോഴും ഈ സെന്റർ ഓഫ് കർവേച്ചർ മുതൽ പോൾ വരെയുള്ള ദൂരത്തിന് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. ആ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ എക്സാക്ട് മിഡ് പോയിന്റിലായിരിക്കും എന്ത് വരിക, എഫ് വരിക. എവിടെയും കണ്ടില്ലേ, ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഈ ദൂരത്തിന് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രത ആരം എന്ന് വിളിക്കും. അതിന്റെ സെൻട്രൽ ആയിട്ടാണ് എന്ത് വരുന്നത്, എഫ് വരുന്നത്. ഇതുവരെ പറഞ്ഞതിൽ നമ്മൾ കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും ബേസിക് ആയിട്ടുള്ള ടേംസുകളെല്ലാം മനസ്സിലാക്കി. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, കോൺകേവ് മിറർ കൺവെർജിംഗ് ആണ്, ലൈറ്റുകളെല്ലാം ഒരേ പോയിന്റിൽ കൂടി ചേരുന്നുണ്ട്. കോൺവെക്സ് മിറർ എല്ലാം ഡൈവേർട്ടിംഗ് ആണ്. അപ്പൊ ഇത്രയും ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോ നമ്മൾ റേ ഡയഗ്രാംസ് വരയ്ക്കാൻ പോവാണ്. ഏതൊരു റേ ഡയഗ്രാം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ 4 റൂള് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ ആ 4 റൂളിലേക്ക് പോകാം. ആ 4 റൂൾ ഇനി എളുപ്പമാണ്, നമ്മൾ ബേസിക് ടേംസുകളെല്ലാം പഠിച്ചതുകൊണ്ട് ഈ 4 റൂൾസും നല്ല എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒന്നാമതായിട്ട്, ഈ എല്ലാ റൂളുകളും ഇസ് അപ്ലിക്കബിൾ ബോത്ത് ഫോർ കോൺകേവ് ആൻഡ് കോൺവെക്സ്. ഈ എല്ലാ റൂളുകളും 4 റൂളുകളും നമുക്ക് കോൺകേവ് മിററിലും അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ കോൺവെക്സ് മിററിലും അപ്ലൈ ചെയ്യാം.
ഞാൻ മനസ്സിലാക്കൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ കോൺകേവ് മിറർ മാത്രമാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇതേ റൂളുകൾ നമുക്ക് ഏതിലും അപ്ലൈ ചെയ്യാൻ പറ്റും, കോൺവെക്സ് മിററിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നാമത്തേതായിട്ട് ഒരു കോൺകേവ് മിറർ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേ ഓഫ് ലൈറ്റ് പാരലൽ ആയിട്ട്, അതായത് സമാന്തരമായിട്ടാണ് ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നെങ്കിൽ റിഫ്ലക്ഷന് ശേഷം അത് ഏതിലൂടെ കടന്നു പോകും, ഫോക്കസിലൂടെ കടന്നു പോകും. അപ്പൊ ഒന്നാമത്തെ റൂൾ ഇത്രയേ ഉള്ളൂ. ഒരു റേ ഡയഗ്രാം ഒരാൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 റൂളിൽ ഏതെങ്കിലും 2 ഓർമ്മയുണ്ടായാൽ മതി, എന്നാൽ നമുക്ക് ഏത് ഡയഗ്രാം വേണമെങ്കിലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ എല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പോകേണ്ടി വരും. ഒന്നും മനസ്സിലാവാണ്ട് 8 റേ ഡയഗ്രാംസും ബൈഹാർട്ട് ചെയ്ത് പോയി എക്സാം എഴുതേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺകേവ് മിററിന്റെ കേസ് ആണെങ്കിലും കോൺവെക്സ് മിററിന്റെ കേസ് ആണെങ്കിലും പാരലൽ ആയിട്ട് സമാന്തരമായിട്ടാണ് റേ ഓഫ് ലൈറ്റ് വരുന്നതെങ്കിൽ റിഫ്ലക്ഷന് ശേഷം അത് ഫോക്കസിലൂടെ കടന്നു പോകും. അതാണ് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തത്, ഒന്നാമത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ജസ്റ്റ് റിവേഴ്സ് ആണ് രണ്ടാമത്തത്. അപ്പൊ പാരലൽ ആയിട്ടാണ് ലൈറ്റ് വരുന്നെങ്കിൽ ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ രണ്ടാമത് എന്താണ്, ഈ റേ ഓഫ് ലൈറ്റ് ഫോക്കസിലൂടെയാണ് പോകുന്നതെങ്കിലോ അത് ഇങ്ങനെ പോകും, സമാന്തരമായിട്ട് പാരലൽ ആയിട്ട് പോകും. അപ്പൊ ഒന്നാമത്തത് പാരലൽ ആയിട്ടാണ് റേ ഓഫ് ലൈറ്റ് വരുന്നെങ്കിൽ അത് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ കടന്നു പോകും. ജസ്റ്റ് റിവേഴ്സ്, ഫോക്കസിലൂടെയാണ് വരുന്നതെങ്കിൽ റിഫ്ലക്ഷന് ശേഷം പാരലൽ ആയിട്ടാണ് കടന്നു പോകുന്നത്. ഇനി മൂന്നാമത്തെ റൂള്, അപ്പൊ നമ്മൾ പാരലൽ ആയിട്ടാണെങ്കിൽ എഫിലൂടെ കടന്നു പോകും, എഫിലൂടെ ആണെങ്കിൽ പാരലൽ ആയിട്ട് പോകും. മൂന്നാമത്തത് ഒരു റേ ഓഫ് ലൈറ്റ് സെന്റർ ഓഫ് കർവേച്ചർ, വക്രത കേന്ദ്രത്തിലൂടെയാണ് റേ ഓഫ് ലൈറ്റ് വരുന്നതെങ്കിൽ റിഫ്ലക്ഷന് ശേഷം ഇറ്റ് വിൽ റീട്രേസ് ദ സെയിം പാത്ത്, അതേ വഴിയിലൂടെ തന്നെ അത് തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ സിയിലൂടെ വന്നു, ഇവിടെ തട്ടി റീബൗണ്ട് ചെയ്തിട്ട് അതേ പാത്തിലൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, റീബൗണ്ട് ചെയ്ത് തിരിച്ചു പോകുന്നുണ്ട്. നാലാമത്തെ റൂള്, ഒരു റേ ഓഫ് ലൈറ്റ് പോളിലേക്ക് അപ്രോച്ച് ചെയ്തു, പോളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്യും ബൈ കീപ്പിംഗ് ദ സെയിം ആംഗിൾ. കണ്ടില്ലേ, റേ ഓഫ് ലൈറ്റ് പോളിൽ ടച്ച് ചെയ്തു, ഈ 2 ആംഗിളും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്തു, അത് റിഫ്ലക്ട് ചെയ്തു. ഇതാണ് 4 റൂളുകൾ. അപ്പൊ ഞാൻ ഒരു വട്ടം കൂടി ഞാൻ ഈ 4 റൂളുകൾ ഒന്ന് പറഞ്ഞുതരാം. പാരലൽ ആയിട്ടാണ് വരുന്നെങ്കിൽ റിഫ്ലക്ഷന് ശേഷം റേ ഓഫ് ലൈറ്റ് ഫോക്കസിലൂടെ കടന്നു പോകും. രണ്ടാമത്തത് ഫോക്കസിലൂടെ ആണെങ്കിൽ പാരലൽ ആയിട്ട് കടന്നു പോകും. മൂന്നാമത്തെ റൂള് സെന്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് വരുന്നെങ്കിൽ റിഫ്ലക്ഷന് ശേഷം ഇറ്റ് വിൽ റീട്രേസ് ദ സെയിം പാത്ത്, അതേ പാത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. ഇഫ് ഇറ്റ് ടച്ചസ് ദ പോൾ, പോളിലൂടെ ആണെങ്കിൽ ഇറ്റ് വിൽ റിഫ്ലക്ട് ബൈ കീപ്പിംഗ് ദ സെയിം ആംഗിൾ, അത് റിഫ്ലക്ട് ചെയ്യും ഈ 2 ആംഗിളും ഒരേപോലെ കീപ്പ് ചെയ്തിട്ട്, അതായത് ഈ ആംഗിൾ എന്തായിരിക്കും ഉണ്ടാവുക, ഈക്വൽ ആയിരിക്കും ഉണ്ടാവുക. And it is applicable for both for concave and convex. ഈ റൂള് നമുക്ക് കോൺകേവ് മിററിന് കോൺവെക്സ് മിററിന് ഒരുപോലെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഈ 4 റൂളുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഏത് റേ ഡയഗ്രാം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SSLCക്ക് മിററിന്റെ കേസിലോ അല്ലെങ്കിൽ ലെൻസിന്റെ കേസിലോ ഏതെങ്കിലും ഒരു റേ ഡയഗ്രാം, 1-2 റേ ഡയഗ്രാം ചോദിക്കാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. മറ്റേത് ഭാഗത്തിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് റേ ഡയഗ്രാംസ്. അപ്പൊ നമ്മൾ ഈ 4 റൂൾസ് പഠിച്ചില്ലേ, ഇനി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, റേ ഡയഗ്രാംസ് വരയ്ക്കാൻ പറ്റും. അപ്പൊ കോൺകേവ് മിററിന്റെ കേസിൽ 6ഉം കോൺവെക്സ് മിററിന്റെ 2 കേസും എങ്ങനെ വരയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ഡയറക്ട്ലി റേ ഡയഗ്രാംസിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കോൺകേവ് മിററിന്റെ റേ ഡയഗ്രാംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. റേ ഡയഗ്രാംസ് ഫോർ കോൺകേവ് മിറർ. കോൺകേവ് മിററിന്റെ 6 റേ ഡയഗ്രാംസ് ഉണ്ട്, അത് എങ്ങനെ വരയ്ക്കാം നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് ഒരു കോൺകേവ് മിറർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോൺകേവ് മിറർ ഉണ്ട്. ആ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത്, അതായത് ഫോക്കസ് എപ്പോഴും എവിടെയായിരിക്കും ഉണ്ടാവുക, ലെഫ്റ്റിലായിരിക്കും ഉണ്ടാവുക. ഫോക്കസ് ലെഫ്റ്റിൽ, ഞാൻ നേരത്തെ പറഞ്ഞു കോൺവെക്സ് മിററിന്റെ ഫോക്കസ് റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക, കോൺകേവ് മിററിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ 6 കേസസ്. അപ്പൊ ഏതൊക്കെ കേസസ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒബ്ജക്ട് ബിയോണ്ട് സി, സിക്ക് അപ്പുറത്ത് വെക്കും. ദെൻ അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ്, ബിറ്റ്വീൻ എഫ് ആൻഡ് പി. പിന്നെ ലാസ്റ്റ് കേസ് അറ്റ് ഇൻഫിനിറ്റി. ഇത്രയും കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ 4 റൂൾസ് ഒരാൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഏത് ഫിഗർ വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. അപ്പൊ റൂൾസ് എല്ലാം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് പാരലൽ ആയിട്ടാണ് ലൈറ്റ് പോകുന്നെങ്കിൽ എഫിലൂടെ, ജസ്റ്റ് റിവേഴ്സ് എഫിലൂടെ ആണെങ്കിൽ പാരലൽ ആയിട്ട് പോകും. സിയിലൂടെയാണ് റേ ഓഫ് ലൈറ്റ് വരുന്നെങ്കിൽ ടച്ച് ചെയ്തതിനു ശേഷം അതേ പാത്തിലൂടെ എന്തെങ്കിലും റീട്രേസ് ചെയ്ത് പോകും. പോളിലൂടെയാണെങ്കിൽ അതേ ആംഗിൾ കീപ്പ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് റേ ഡയഗ്രാംസ് വരയ്ക്കാൻ ഈ 4 റൂൾസും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഏതെങ്കിലും 2 റൂള് നമുക്ക് ഉപയോഗിച്ചിട്ട് ഏത് ഫിഗർ വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റത്തത്. അപ്പൊ ആദ്യം ഒബ്ജക്ട് ബിയോണ്ട് സി. ഒബ്ജക്ട് എവിടെ വെച്ചിട്ടുണ്ട്, സിക്ക് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ബിയോണ്ട് സി. ആ ഡയഗ്രാം വരയ്ക്കുന്നത് നോക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഒബ്ജക്ട് ബിയോണ്ട് സി, ഒബ്ജക്ട് സിക്ക് അപ്പുറത്ത്. അപ്പൊ നമുക്ക് ഫിഗറിലേക്ക് പോവാം. ഈ ഫിഗറിൽ ഒബ്ജക്ട് സിക്ക് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4 റൂൾസ് ഓർമ്മയിട്ട്. ഫസ്റ്റ് ഒരു റേ ഓഫ് ലൈറ്റ് പാരലൽ ആയിട്ട് കടന്നുപോയി. അപ്പൊ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആൻസർ ശരിയായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ റേ ഓഫ് ലൈറ്റ് പാരലൽ ആയിട്ട് കടന്നുപോയി.
പാരലൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ റിഫ്ലക്ഷന് ശേഷം ഏതിലൂടെയാണ് പോകുന്നത്? ഫോക്കസിലൂടെ. അപ്പൊ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസസ് ത്രൂ ഫോക്കസ്, അത് ഫോക്കസിലൂടെ കടന്നുപോയി. രണ്ടാമത് നമുക്ക് സിയിലൂടെ വരക്കാം. സിയിലൂടെ ആണെങ്കിൽ അതേ പാത്ത് റീപ്ലേസ് ചെയ്യും. എഫിലൂടെ ആണെങ്കിൽ പാരലൽ ആയിട്ട് കടന്നു പോകും. പോളിലൂടെ ആണെങ്കിൽ സെയിം ആംഗിൾ. ഏത് പോയിന്റ് വേണം യൂസ് ചെയ്യാം? ഞാൻ എഫ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ 4 റൂൾസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും രണ്ട് റൂൾസ് നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്തു? റേ ഓഫ് ലൈറ്റ് ഏതിലൂടെ കടന്നുപോയി? ഫോക്കസിലൂടെ കടന്നുപോയി. സോ ഫോക്കസിലൂടെ ആണെങ്കിൽ റിഫ്ലക്ഷൻ ശേഷം പാരലൽ ആയിട്ട് പോകും. അപ്പൊ രണ്ട് റേ ഓഫ് ലൈറ്റ് മീറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഇമേജ്. സോ എവിടെയാണ് മീറ്റ് ചെയ്തത്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പൊ നമുക്ക് ഇമേജസിന്റെ പ്രോപ്പർട്ടി അപ്പൊ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഫിഗറും വരക്കണം, അതേപോലെ ഈ 3 പോയിന്റ് എഴുതി വെക്കണം. അപ്പൊ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിന്റെയും എഫിന്റെയും ഇടയിൽ ഇമേജ് ഫോം ചെയ്തു. രണ്ടാമത് ഇത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താണ് റിയൽ ആൻഡ് എന്താണ് വിർച്വൽ ഇമേജ്, യഥാർത്ഥവും മിഥ്യയും എന്ന് പറഞ്ഞ ഇമേജസ് എന്താണെന്ന് നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. റിയൽ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കിട്ടുന്ന ഇമേജസിനെ വിളിക്കുന്ന പേരാണ് റിയൽ ഇമേജ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ഒരു പ്രൊജക്ടറിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് സ്ക്രീനിലാണ്, അതിനെ വിളിക്കുന്ന പേരാണ് റിയൽ. മിററിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ കാണുന്ന ഇമേജസിനൊക്കെ നമ്മൾ വിർച്വൽ എന്ന് വിളിക്കുക. സാധാരണ നമ്മൾ കണ്ണാടിയിൽ മുഖം നോക്കുന്ന സമയത്ത് സ്ക്രീനിലല്ല ഇമേജ് കിട്ടുന്നത്, മിററിന്റെ ഉൾഭാഗത്ത് തന്നെ നമുക്ക് ഇമേജസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വിർച്വൽ ഇമേജ് എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒരു മിററിന്റെ അതായത് ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ റിയൽ എന്ന് വിളിക്കാം. റൈറ്റ് സൈഡിലാണ് അല്ലെങ്കിൽ ഉൾഭാഗത്താണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? വിർച്വൽ. നമ്മുടെ ഈ കേസിൽ മിററിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. തലകീഴായിട്ടാണുള്ളത്, അതുകൊണ്ട് യഥാർത്ഥം തലകീഴായത്. ഡിമിനിഷ്ഡ്, ഒബ്ജക്റ്റിന്റെ സൈസ് ഇത്രയും ഉണ്ടായിരുന്നു, ഇമേജിന്റെ സൈസ് ഒന്ന് ചെറുതായി, അതുകൊണ്ടാണ് നമ്മൾ ഡിമിനിഷ്ഡ്. മലയാളം മീഡിയക്കാരാണെങ്കിൽ ചെറുതെന്ന് വിളിക്കും. അപ്പൊ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിന്റെയും എഫിന്റെയും ഇടയിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, യഥാർത്ഥം തലകീഴായത്, ഡിമിനിഷ്ഡ് ചെറുത്. അപ്പൊ നമ്മൾ ആ പോയിന്റ് വെച്ചിട്ട് എളുപ്പത്തിൽ വരച്ചു. രണ്ടാമത് ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ 6 കേസസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ കേസ് ഡിസ്കസ് ചെയ്യുമ്പോഴും അത് കൺഫ്യൂഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ രണ്ടാമത് ഒബ്ജക്ട് അറ്റ് സി. ഒബ്ജക്ട് നമ്മൾ എവിടെ വെച്ചിട്ടുണ്ട്? സി എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ടുണ്ട്. സെയിം റൂൾ, 4 റൂൾസ് ഉണ്ട്. ഏതെങ്കിലും 2 റൂൾസ് യൂസ് ചെയ്യാം. ഫസ്റ്റ് റേ ഓഫ് ലൈറ്റ് പാരലൽ ആയിട്ട് പോയി. ഏത് റേ ഓഫ് ലൈറ്റ് പാരലൽ ആയിട്ട് പോയി കഴിഞ്ഞാലും റിഫ്ലക്ഷന് ശേഷം എഫിലൂടെ കടന്നു പോകും. സോ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസസ് ത്രൂ എഫ് അല്ലെ. ഇനി എനിക്ക് എഫ് യൂസ് ചെയ്യാം. പോൾ ഞാൻ എഫ് യൂസ് ചെയ്യാണ്. അപ്പോൾ റേ ഓഫ് ലൈറ്റ് പാരലൽ ആയിട്ട് പോകുമ്പോൾ എഫിലൂടെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? പാരലൽ ആയിട്ട് കടന്നു പോകും. അപ്പൊ 2 റേ ഓഫ് ലൈറ്റ് ഇന്റർസെക്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അവിടെ ഞാൻ എന്ത് വരച്ചു? ഇമേജ് ഫോം ചെയ്തു. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റിനാണ് സിയിലാണ് കീപ്പ് ചെയ്തത്. ഇമേജ് ഫോം ചെയ്തതും എവിടെ തന്നെയാണ്? സിയില്. സോ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് സി. ഇത് ഇമേജിന്റെ പ്രോപ്പർട്ടീസ് ആണ്. എപ്പോഴും ഈ 3 പോയിന്റ്സ് ചെയ്ത് വെക്കുക. അപ്പൊ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് സി. ഇനി എന്താണ്? ഇത് മിറർ ആണോ? മിററിന്റെ ഉൾഭാഗത്തല്ല ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ്. അതുകൊണ്ട് റിയൽ, യഥാർത്ഥം. ഇൻവേർട്ടഡ്, തലകീഴായിട്ടുള്ളത്. നമ്മൾ ഇതിനാണ് ഇറക്റ്റ് എന്ന് വിളിക്കുന്നത്. ആരോ മാർക്ക് താഴേക്കാണെങ്കിൽ ഇൻവേർട്ടഡ്, ആരോ മാർക്ക് താഴേക്കാണ്. ഇമേജ് തലകീഴായിട്ടാണ് നമ്മൾ കാണുന്നുണ്ടാവുക. സോ യഥാർത്ഥം തലകീഴായത്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇനി ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും സൈസ് ഇവിടെ ഒരുപോലെയാണ്, അതുകൊണ്ടാണ് ഞാൻ സെയിം സൈസ്. ഇവിടെ ഇമേജ് ചെറുതായിരുന്നു, ഇവിടെ ഇമേജ് എന്താണ്? ഒരേ വലുപ്പമാണ്. അപ്പൊ രണ്ടാമത്തത് പഠിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഒബ്ജക്ട് ബിയോണ്ട് സിയിൽ വെച്ചു, രണ്ടാമത്തെ കേസിൽ അറ്റ് സിയിൽ വെച്ചു, മൂന്നാമത്തെ കേസിൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിന്റെയും എഫിന്റെയും ഇടയിൽ നമ്മൾ വെക്കുകയാണ്. അപ്പൊ മൂന്നാമത്തെ കേസിൽ ഒബ്ജക്ട് ഈസ് കീപ്പിംഗ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിന്റെയും എഫിന്റെയും ഇടയിൽ നമ്മൾ ഒബ്ജക്ട് കീപ്പ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റൂൾ തന്നെ. ഫസ്റ്റ് റേ ഓഫ് ലൈറ്റ് പാരലൽ ആയിട്ട് പോകും. പാരലൽ ആയിട്ട് പോകുമ്പോൾ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസസ് ത്രൂ ഫോക്കസ്. സോ റിഫ്ലക്ഷൻ ശേഷം ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ഫോക്കസ്. ഇത് ഫോക്കസിലൂടെ കടന്നുപോയി. ഇനി വേണമെങ്കിൽ എഫ് വരക്കാം. അപ്പൊ പാരലൽ ആയിട്ട് പോകുന്നെങ്കിൽ എഫിലൂടെ ആണെങ്കിലോ പാരലൽ ആയിട്ട് പോകും. ഇനി ഒരു കുട്ടിക്ക് ഡൗട്ട്, സിയിലൂടെ പോകുമ്പോഴും എന്താ സംഭവിക്കാണ്? ഏത് റൂള് വേണമെങ്കിലും യൂസ് ചെയ്യാം, സെയിം ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പൊ എന്ത് ചെയ്തു? പാരലൽ ആയിട്ട് പോകണമെങ്കിൽ എഫിലൂടെ. ഇനി എഫിലൂടെയാണ് റേ ഓഫ് ലൈറ്റ് കടന്നു പോകുമെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസ് പാരലൽ. റിഫ്ലക്ഷന് ശേഷം അതെങ്ങനെ കടന്നു പോകും? പാരലൽ ആയിട്ട് കടന്നു പോകും. രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പൊ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്. സോ ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് സി. ഇമേജ് ഫോം ചെയ്തത് സിക്ക് അപ്പുറം. ബിയോണ്ട് സി എന്ന് പറഞ്ഞാൽ സിക്ക് അപ്പുറത്താണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. രണ്ടാമത് മിററിന്റെ ഉൾഭാഗത്തല്ല, മിററിന്റെ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ്, അതുകൊണ്ട് റിയൽ. തലകീഴായതാണ്. സോ യഥാർത്ഥം തലകീഴായത്. ലാസ്റ്റ് എല്ലാർജ്. ഒബ്ജക്റ്റിന്റെ സൈസ് ഇത്രയേ ഉള്ളായിരുന്നു, പക്ഷെ ഇമേജ് ഒരുപാട് വലുതായി, അതുകൊണ്ട് എല്ലാർജ് വലുത്. സോ ബിയോണ്ട് സി, സിക്ക് അപ്പുറത്ത്, യഥാർത്ഥം തലകീഴായത്, എല്ലാർജ് വലുത്. അപ്പോ ഇതാണ് ഒബ്ജക്ട് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പോ ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെച്ചു. ഇനി അടുത്തത് നമ്മൾ ഒബ്ജക്ട് അറ്റ് എഫ് നോക്കുകയാണ്. അപ്പോ ഒബ്ജക്ട് അറ്റ് എഫ്
ഒബ്ജക്ട് നമ്മൾ എഫിൽ പ്ലേസ് ചെയ്തു. ഇനി എന്താ സംഭവിക്കും നോക്കാം. നേരത്തെ പറഞ്ഞ അതേ റൂൾ തന്നെ പാരലൽ ആയിട്ട് ലൈറ്റ് കടന്നുപോയി. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ പാസസ് ത്രൂ ഫോക്കസ്, അത് ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി ഞാൻ എഫിലൂടെ വരക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഒബ്ജക്ട് വെച്ചിട്ടുള്ളത് എഫിലാണ്. അപ്പൊ നമുക്ക് പോൾ, നമുക്ക് 4 റൂൾസ് ഉണ്ട്. ഞാൻ പോൾ യൂസ് ചെയ്യാം. നമുക്കറിയാൻ പറ്റും റേ ഓഫ് ലൈറ്റ് പോളിലൂടെയാണ് പോകുന്നതെങ്കിൽ സെയിം ആംഗിൾ കീപ്പ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്യും. സോ പോളിലൂടെ വെച്ചതുകൊണ്ട് ലൈറ്റ് ടച്ച് ചെയ്തു പോളിൽ സെയിം ആംഗിൾ കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു, റിഫ്ലക്ട് ചെയ്തു. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നത് ഈ 2 റേ ഓഫ് ലൈറ്റ് പാരലൽ ആണ്. എക്സാമ്പിൾ ആയിട്ട് 2 ലൈറ്റ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. പക്ഷെ 2 റേ ഓഫ് ലൈറ്റ് പാരലൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. 2 റേ ഓഫ് ലൈറ്റ് എപ്പോഴും പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി വേറെ എക്സാമ്പിൾ, 2 റേ ഓഫ് ലൈറ്റ് ഡൈവേർട്ട് ചെയ്യാണ്. 2 റേ ഓഫ് ലൈറ്റ് ഡൈവേർട്ട് ചെയ്യാണെങ്കിലും ഒരിക്കലും മീറ്റ് ചെയ്യില്ല. പക്ഷെ പിറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. പക്ഷെ ഈ 2 റേ ഓഫ് ലൈറ്റ് പാരലൽ ആണ്. പാരലൽ ആണെങ്കിൽ അവർ ഒരിക്കലും മീറ്റ് ചെയ്യില്ല, അത് അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ശരിക്കും ഇവിടെ എന്ത് ഫോം ചെയ്യുന്നില്ല, 2 ലൈറ്റുകൾ ഇന്റർസെക്ട് ചെയ്താൽ മാത്രമേ ഇമേജസ് ഫോം ചെയ്യുള്ളൂ. ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നില്ല, കാരണം 2 റേ ഓഫ് ലൈറ്റും പാരലൽ ആയിട്ടാണ് കടന്നു പോകുന്നത്. സോ ഇൻ ദിസ് കേസ് 2 റേ ഓഫ് ലൈറ്റ്സ് ആർ പാസിംഗ് പാരലൽ. സോ നോ ഇമേജ് ഈസ് ഫോംഡ്, ഇമേജ് ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി, അനന്തതയിൽ രൂപപ്പെട്ടു എന്ന് നമ്മൾ വെറുതെ എഴുതും. അപ്പൊ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. പിന്നെ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ നേരത്തെ എഴുതിയ പോലെ തന്നെ അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ് എന്ന് വെറുതെ എഴുതി വെക്കാം. അപ്പൊ ഇതാണ് ഏതിന്റെ കേസ്, ഒബ്ജക്ട് അറ്റ് എഫ്. ഇനി അടുത്തത് ഒബ്ജക്ട്, അപ്പൊ നമ്മൾ ബിയോണ്ട് സി വെച്ചു, എഫ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇനി അടുത്ത കേസാണ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ്. കാരണം എല്ലാ കേസിലും നമുക്ക് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എല്ലാ കേസിലും റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഈ കേസിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ 4 റൂൾസ് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ആ റൂൾസ് പോലെ നമുക്ക് എടുക്കാം. ഫസ്റ്റ് പാരലൽ ആയിട്ട് ലൈറ്റ് പോയി, പാരലൽ ആയിട്ടാണ് പോകുന്നെങ്കിൽ ലൈറ്റ് റിഫ്ലക്ഷന് ശേഷം എഫിലൂടെ കടന്നു പോകും. ഓക്കെ, സോ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ എഫ്. ഇനി നമുക്ക് അടുത്ത പോൾ യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിൽ സി ആണെങ്കിൽ സിയിലൂടെ തന്നെ തിരിച്ചു പോകും, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ പോൾ, അപ്പോ ലൈറ്റ് പോളിലൂടെയാണ് പോകുന്നതെങ്കിൽ റിഫ്ലക്ഷന് ശേഷം സെയിം ആംഗിൾ കീപ്പ് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് പോകും. അപ്പൊ സെയിം ആംഗിൾ കീപ്പ് ചെയ്തിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോ ഈ 2 ലൈറ്റും ഒരിക്കലും ഈ കേസിൽ ഈ 2 റേ ഓഫ് ലൈറ്റും പാരലൽ ആയിരുന്നു. ഈ 2 കേസിലും റേ ഓഫ് ലൈറ്റ് ഡൈവേർട്ട് ചെയ്ത് ഡീവിയേറ്റ് ചെയ്ത് പോകണം. ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന റേ ഓഫ് ലൈറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇത് പിറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാരലൽ ആണെങ്കിൽ പിറകോട്ട് എന്തായിരിക്കും ഉണ്ടാവുക, പാരലൽ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇത് ഡീവിയേറ്റ് ചെയ്ത് പോവാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ പിറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇന്റർസെക്ട് ചെയ്യും. ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്ട് നമ്മൾ പിറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പിറകിലുള്ള ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഇമേജ് വരച്ചു. ഇനി ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇവിടെ ഞാൻ കണ്ടിന്യൂസ് ലൈൻ ആണ് യൂസ് ചെയ്തത്, ഇവിടെ എന്തുകൊണ്ട് ഞാൻ ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്തു എന്ന്. ശരിക്കും ഈ മിററിന്റെ പിറക് വശത്ത് സിൽവർ കോട്ടിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിൽവർ കോട്ടിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ലൈറ്റ് ഈ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇമേജിൻ ചെയ്യണം, സങ്കല്പിക്കണം. ആ സങ്കല്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യാൻ കാരണം, ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്യാൻ കാരണം. അപ്പോ നമ്മൾ ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് ഫോം ചെയ്തു, ഇമേജ് ഫോം ചെയ്തു. അപ്പൊ എല്ലാ സമയത്തും നമുക്ക് ഇമേജ് മിററിന്റെ ഫ്രണ്ട് ഭാഗത്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇൻ ദിസ് കേസ്, ഈ കേസിൽ നമുക്ക് ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ മിററിന്റെ പിറകുവശത്താണ് നമുക്ക് ഇമേജ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്, വിർച്വൽ ആണ് ഇത്, അല്ലെ, മിഥ്യയായതാണ്. ഇതുവരെ നമുക്ക് യഥാർത്ഥമായിരുന്നു. അപ്പൊ വിർച്വൽ ആൻഡ് ഇറക്റ്റ് എന്ന് പറഞ്ഞതാണ്. എല്ലാ കേസിലും നമുക്ക് ഇൻവേർട്ടഡ് ആയിരുന്നു. ഈ ഒരൊറ്റ കേസിൽ മാത്രമാണ് നമുക്ക് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടിയത്. അപ്പൊ ഇമേജ് എവിടെ, ഫസ്റ്റ് ഇമേജ് എവിടെ ഫോം ചെയ്തത്, ബിഹൈൻഡ് ദ മിറർ. രണ്ടാമത്തെ പോയിന്റ് വിർച്വൽ ആണ്, മിഥ്യയാണ്. കാരണം മിററിന്റെ ബിഹൈൻഡ് ദ മിറർ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറക്റ്റ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ്. ഒബ്ജക്റ്റിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ, ഇമേജിന്റെ സൈസ് ഒരുപാട് വലുതായി, അതുകൊണ്ട് എല്ലാവരും. അപ്പൊ ഇത്രയും കേസ് നമ്മൾ മനസ്സിലാക്കി. ഇനി ലാസ്റ്റ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, അനന്തതയില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്ട് ബിയോണ്ട് സി വെച്ചു, സി ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ഇത്രയും കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒബ്ജക്ട് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്ട് ഒരുപാട് അകലെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ ഒരുപാട് അകലെ നമ്മൾ ഒരു ഒബ്ജക്ട് കീപ്പ് ചെയ്തു. മനസ്സിലായി, ഇത്രയും വലിയൊരു ഒബ്ജക്ട് ഒരുപാട് അകലെ നമ്മൾ കീപ്പ് ചെയ്തു. ഇത് ഏറ്റവും വരക്കാൻ എളുപ്പമുള്ളത് ഇൻഫിനിറ്റി കേസ് ആണ്. അപ്പൊ നമ്മൾ ലൈറ്റ് പാരലായിട്ട് വരും, എഫിൽ മീറ്റ് ചെയ്യും, ലൈറ്റ് പാരലായിട്ട് വരും, എഫിൽ മീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു പോയിന്റ് ഇമേജ് ഇവിടെ ഫോം ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ഏറ്റവും വരക്കാൻ എളുപ്പമാണ്, ലൈറ്റ് പാരലായിട്ട് വരും, എഫിൽ മീറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോ ഈ 6 കേസസ് നമ്മൾ മനസ്സിലാക്കി. അപ്പോ ബിയോണ്ട് സി, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ്, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് ഇൻഫിനിറ്റി. ഇനി ഇത് പഠിച്ചു വെക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈസി മെത്തേഡ് ഞാൻ ഇവിടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് ഉണ്ട്. സോ ഇത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് സങ്കല്പിക്കുക.
ഈ റെഡ് പെന്ന് ഇമേജ് ആയി സങ്കല്പിക്കുക. അപ്പോ ഇത് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാണ്ട് എക്സാമിന് ഏത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റിയ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒബ്ജക്ട് നമ്മൾ ബിയോണ്ട് സിയിൽ കീപ്പ് ചെയ്തു. അപ്പൊ ഓർമ്മയുണ്ടല്ലോ, ബിയോണ്ട് സിയിൽ ഒബ്ജക്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പൊ ഇമേജ് സിന്റെ ബിഫിന്റെ അടുത്ത് ഫോം ചെയ്തു. ഇത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഒറ്റ കേസ് മാത്രം പഠിച്ചാൽ മതി. ഒബ്ജക്ട് ബിയോണ്ട് സിയിൽ ആവുമ്പോൾ ഇമേജ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇനി ഒബ്ജക്ട് സിയിൽ വെച്ചു, അപ്പൊ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? സിയില്. ഒബ്ജക്ട് ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെച്ചു, അപ്പൊ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? ബിയോണ്ട് സി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്ട് ഒരു ഭാഗത്തേക്ക് നീക്കുമ്പോൾ ഇമേജ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്ട് മൂവ് ചെയ്യുന്നതിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇമേജ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഒന്നുകൂടി നോക്ക്, ഒബ്ജക്ട് ബിയോണ്ട് സി, അപ്പൊ ഇമേജ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഒബ്ജക്ട് അറ്റ് സി, ഇമേജ് ഒരു സ്റ്റെപ്പ് മുകളിൽ ചാടി ബിയോണ്ട് അറ്റ് സി. ഒബ്ജക്ട് ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ഇമേജ് ഇങ്ങോട്ട് വന്നു ബിയോണ്ട് സി. അപ്പൊ ഒബ്ജക്ട് നീങ്ങുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇമേജ് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ബിയോണ്ട് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അറ്റ് സി, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ബിയോണ്ട് സി. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവർ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ 3 കേസ് പഠിച്ചല്ലോ. എഫിൽ ഇമേജ് ഫോം ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇമേജ് ഫോം അറ്റ് ഇൻഫിനിറ്റി. അപ്പൊ അത് പഠിക്കാൻ എളുപ്പമാണ്. ലാസ്റ്റ് കേസ് ഒരു വിർച്വൽ ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു വിർച്വൽ ഇമേജ്. സോ ബിയോണ്ട് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് സി, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ബിയോണ്ട് സി. എഫ് നോ ഇമേജ് ഇസ് ഫോംഡ്, അല്ലെങ്കിൽ ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. എഫ് ആൻഡ് പി നോക്കുമ്പോൾ മിററിന്റെ ഉള്ളിൽ ഒരു വിർച്വൽ ഇമേജ് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നത്. ഇനി ഈ എല്ലാ കേസും റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, ഇവരൊക്കെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ലാസ്റ്റ് മാത്രമാണ് വിർച്വൽ ആൻഡ് ഡയറക്റ്റ് വരുന്നത്. അപ്പൊ അത് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. പിന്നെ സൈസ് ആണ് മാറ്റം വരുന്നത്, അതും പഠിച്ചു വെക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഒബ്ജക്ട് ഇവിടെ നമ്മൾ ഒബ്ജക്ട് വെച്ചപ്പോൾ ഇമേജ് സ്മാൾ ആയിരുന്നു. ഇവിടെ ഒബ്ജക്ട് വെച്ചപ്പോൾ സെയിം സൈസ്, ഒരേ വലുപ്പമായിരുന്നു. ഇവിടെ ഒബ്ജക്ട് വെച്ചപ്പോൾ വലുതായി. അപ്പൊ നമുക്ക് നമ്മുടെ ആ സൈസ് ഇങ്ങനെ കൂടി കൂടി വരികയാണ്. ഫസ്റ്റ് ചെറുത്, ഒരേ വലുപ്പം, വലുത്. അപ്പൊ അതും നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇവിടെയാണ് ഒബ്ജക്ട് വെക്കുന്നെങ്കിൽ ഇമേജ് സ്മാൾ ആയിരിക്കും. ഇവിടെ വെച്ചപ്പോൾ ഇമേജ് വലുതായി. ഇവിടെ വെച്ചപ്പോൾ സെയിം സൈസ് ആയി. ഇവിടെ വെച്ചപ്പോൾ എന്തെങ്കിലും എൻലാർജ് ചെയ്തു. അപ്പൊ സ്മാൾ, സെയിം സൈസ്, അല്ലെങ്കിൽ ഡിമിനിഷ്ഡ്, സെയിം സൈസ്, എൻലാർജ്, അങ്ങനെ കൂടി വരികയാണ്. ഇവിടെ വെക്കുമ്പോൾ പിന്നെ ഇമേജ് ഫോം ചെയ്യുന്നില്ല. ഇവിടെ വെക്കുമ്പോൾ നമുക്കൊരു വലിയ എൻലാർജ് ചെയ്തിട്ടുള്ള ഇമേജ് ആണ് കിട്ടുന്നത്. അപ്പോ ഈ 4 റൂൾസ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 4 റൂൾസ് പഠിച്ചൊരു കുട്ടിക്ക് ഈ ഡയഗ്രാംസ്, ഏത് ഡയഗ്രാംസ് വേണമെങ്കിലും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. പിന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ട്രിക്ക് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതുപോലെ എക്സാമിന് ഡയഗ്രാംസ് വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. അപ്പൊ നമ്മള് കോൺകേവ് മിററിന്റെ ഡയഗ്രാംസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കോൺവെക്സ് മിററിന്റെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺകേവ് മിററിന്റെ 6 ഡയഗ്രാംസ് ഉണ്ടായിരുന്നു. കോൺവെക്സ് മിററിന്റെ 2 ഡയഗ്രാംസ് മാത്രമേ ഉള്ളൂ. കോൺവെക്സ് മിററിലും കോൺകേവ് മിററിലും ആ 4 റൂൾസ് രണ്ടിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ 4 റൂൾസിൽ ഏതെങ്കിലും 2 നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ നമ്മൾ ശരിക്കും റയർ ആയിട്ടേ കാണാറുണ്ടാവുള്ളൂ. പക്ഷെ കോൺവെക്സ് മിറർ നമ്മൾ എപ്പോഴും ഏതൊരു വണ്ടിയുടെ, ബൈക്കാണെങ്കിലും കാറാണെങ്കിലും അതിന്റെ എല്ലാം സൈഡ് മിറേഴ്സ് എന്തായിരിക്കും ഉണ്ടാവുക? കോൺവെക്സ് മിറർ ആയിരിക്കും ഉണ്ടാവുക. ബൈക്കിന്റെ, കാറിന്റെ എല്ലാം സൈഡ് മിറർ കോൺവെക്സ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ റോഡിലെല്ലാം നമ്മൾ ജംഗ്ഷനിലൊക്കെ ചിലപ്പോൾ റൗണ്ട് ഷേപ്പിൽ മിറർ കാണാറുണ്ട്. അതായത് അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് മിററുകൾ കാണാറുണ്ട്. ആ മിറർ നമുക്ക് ടച്ച് ചെയ്താൽ മനസ്സിലാവും അത് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ആ മിറർ എന്താണ്? കോൺവെക്സ് മിറർ ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്ക്, ഒരു കോൺവെക്സ് മിറർ ഉണ്ട്, അതായത് ഒരു ബൈക്കിന്റെ സൈഡ് മിറർ ഉണ്ട്. നിങ്ങൾ അതിൽ ആ മിററിൽ നിങ്ങളുടെ മുഖം നോക്കുകയാണ്. മുഖം നോക്കുന്ന സമയത്ത് സ്ക്രീനിലുള്ള ഇമേജ് കിട്ടുന്നുണ്ട്, മിററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇമേജ് കിട്ടുന്നുണ്ട്. അപ്പൊ ഫിഗർ വരയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ മിററിന്റെ ഉള്ളിൽ തന്നെ ഇമേജ് കിട്ടുന്നതുകൊണ്ട് അതെന്തായിരിക്കും ഉണ്ടാവുക? കുറച്ച് മിത്തിയായിരിക്കും ഉണ്ടാവുക. നമ്മുടെ മുഖം വെച്ചിട്ടുണ്ട്, മുഖം ഇൻവേർട്ടഡ് ആയിട്ടല്ല കിട്ടുന്നുണ്ടാവുക, ഇറക്റ്റ് ആയിട്ട് തന്നെ, അതുകൊണ്ട് നിവർന്നതായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ മുഖത്തിന്റെ അതേ സൈസ് നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡ് മിററിൽ കിട്ടാറില്ല, ചെറുതായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഡിമിനിഷ്ഡ് ആയിരിക്കും. വരയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് ഇമേജിന്റെ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ പറയാം. അപ്പൊ എക്സാമിന് കോൺവെക്സ് മിററിന്റെ പ്രോപ്പർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡ് മിറർ, ഒരു വാഹനത്തിന്റെ റിയർ വ്യൂ മിററിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ പ്രോപ്പർട്ടീസ് നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ആ ഫിഗർ ഞാനൊന്ന് വരയ്ക്കാം. നമ്മൾ 4 റൂൾസ് ഓർമ്മയുണ്ടല്ലോ, ആ 4 റൂൾസ് വെച്ചിട്ട് നമുക്ക് ഈ ഫിഗർ എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ എന്ത് ചെയ്തു? ഒരു കോൺവെക്സ് മിറർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സർക്കിൾ കിട്ടും. ആ സർക്കിളിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ. അതിന്റെ സെന്റർ ഓഫ് കർവേച്ചറിന്റെ മിഡ് പോയിന്റ്, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ മിഡ് പോയിന്റിനെയാണ് ഫോക്കസ് വിളിക്കുന്നത്. കോൺകേവ് മിററിന്റെ ലെഫ്റ്റിലായിരുന്നു ഈ സിയും എഫ് എല്ലാം, പക്ഷെ കോൺവെക്സ് മിററിന്റെ റൈറ്റ് സൈഡിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ബിയോണ്ട് സി ഒന്നുമില്ല, നമ്മൾ ഇവിടെയാണ് ഒബ്ജക്ട് വെക്കുന്നത്. ഇത് മിററിന്റെ പിറകുവശമാണ്, സിൽവർ കോട്ടിങ്ങിന്റെ ഭാഗമാണ്. ഈ ഭാഗത്ത് നമ്മൾ ഒബ്ജക്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഒരു മിററിന്റെ പിറകുവശത്ത് നമ്മൾ ഒബ്ജക്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഇത് മിററിന്റെ ബാക്ക് സൈഡ് ആണ്. അപ്പൊ ഇവിടെയല്ല നമ്മൾ ഒബ്ജക്ട് വെക്കുന്നത്, ഇവിടെയാണ്. അപ്പൊ ഇൻഫ്രണ്ട്, അപ്പൊ എന്താണ് ബിയോണ്ട് സി എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒബ്ജക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, ഒരു വസ്തു ഒരു മിററിന്റെ ഫ്രണ്ടിലുണ്ട്. കോൺവെക്സ് മിററിന്റെ ഇൻ ഫ്രണ്ടിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒബ്ജക്ട് കീപ്പ് ചെയ്തു. ഓക്കെ, ഇപ്പൊ 4 റൂൾസ് ഓർമ്മയുണ്ട്. നമ്മൾ ഏതെങ്കിലും 2 യൂസ് ചെയ്യുന്നുണ്ട്.
ഫസ്റ്റ് റൂൾ എല്ലാവർക്കും അറിയാം, റേ ഓഫ് ലൈറ്റ് പാരലൽ ആയിട്ട് പോയി. പാരലൽ ആയിട്ടാണ് പോകുന്നതിൽ ഏതിലൂടെ കടന്നു പോകും? എഫ്. ഇവിടെ എഫിലൂടെ ഇങ്ങനെ കടന്നു പോകില്ല. കോൺവെക്സ് മിററിന്റെ കേസിൽ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി പാസിംഗ് ത്രൂ എഫ്. എഫിലൂടെ കടന്നു പോകുന്ന പോലെ തോന്നും. അപ്പൊ എന്ത് ചെയ്തു? ഈ റേ ഓഫ് ലൈറ്റ് കണ്ടില്ലേ, ലൈറ്റ് വന്നു, ഡീവിയേറ്റ് ചെയ്തു. പിറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്? എഫിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ പാരലായിട്ട് പോകുമ്പോൾ ഏതിലൂടെ കടന്നുപോയി? എഫിലൂടെ കടന്നുപോയി. ശരിയല്ലേ? എഫിലൂടെ കടന്നു പോകുന്ന പോലെ തോന്നി. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി പാസിംഗ് ത്രൂ എഫ്. അപ്പൊ പാരലൽ എഫിലൂടെ. ഇനി അടുത്തത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എഫ് അല്ലെങ്കിൽ സി. ലൈറ്റ് സിയിലൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക? അതേ പാത്തിലൂടെ റീട്രേസ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 4 പോയിന്റ്, ഏതെങ്കിലും 2 പോയിന്റ് യൂസ് ചെയ്താൽ മതി. ഞാൻ സി എന്ന് പറഞ്ഞ പോയിന്റ് യൂസ് ചെയ്യാം. ലൈറ്റ് സിയിലൂടെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അതേ പാത്തിലൂടെ റീട്രേസ് ചെയ്ത് പോകും. അപ്പൊ ഞാൻ സിക്ക് നേരായിട്ട് വരയ്ക്കാണ്. ഈ റൈറ്റ് സൈഡിൽ വരയ്ക്കുന്നതെല്ലാം നമ്മൾ ഡോട്ടർ ലൈൻ യൂസ് ചെയ്യണം. കാരണം ശരിക്കും ലൈറ്റ് മുകളിൽ കടന്നു പോകുന്നില്ല, നമ്മൾ ഇമേജിൻ ചെയ്യാണ്. അതുകൊണ്ടാണ് ഡോട്ടർ ലൈൻ. ഇവിടെ ശരിക്കും സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ലൈൻ. അപ്പൊ ഈ ഭാഗം കടന്നു കഴിഞ്ഞാൽ ഡോട്ടർ ലൈൻ യൂസ് ചെയ്യണം. അപ്പൊ സിയിലൂടെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സിയിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സിയിൽ ടച്ച് ചെയ്യുന്ന മൊമെന്റിൽ ലൈറ്റ് എന്തെങ്കിലും റിട്ടേൺ ചെയ്ത് സെയിം പാത്തിലൂടെ എന്തെങ്കിലും കടന്നു പോകും. അപ്പോ ഈ ഭാഗത്ത് നമ്മൾ ഡോട്ടർ ലൈൻ യൂസ് ചെയ്തു. അപ്പൊ രണ്ട് മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെയാണ് ലൈറ്റ് മീറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ഫോം ചെയ്തു? ഇമേജ് ഫോം ചെയ്തു. അപ്പൊ പാരലായിട്ട് പോകുമ്പോൾ എഫിലൂടെ, സിയിലൂടെ പോകുമ്പോൾ സെയിം പാത്തിലൂടെ റീട്രേസ് ചെയ്ത് പോയി. ഇമേജ് പിന്റെയും എഫിന്റെയും ഇടയ്ക്ക് ഫോം ചെയ്തു. മിററിന്റെ ഉൾഭാഗത്താണ് ഫോം ചെയ്തിട്ടുള്ളത്. മിററിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഇമേജസിന് നമ്മൾ എന്താ വിളിക്കാറ്? ശരിക്കും വിർച്വൽ എന്നാ വിളിക്കാറ്. മിററിന്റെ ഫ്രണ്ടിലായിരുന്നെങ്കിലാണ് നമ്മൾ റിയൽ എന്ന് വിളിക്കാറ്. അപ്പൊ മിററിന്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ മിഥ്യയായ ഇമേജ് അല്ലെങ്കിൽ വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇമേജസിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇമേജ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഇമേജ് എവിടെ ഫോം ചെയ്തത്? എഫിന്റെയും പിന്റെയും ഇടക്കാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് വിർച്വൽ ആണ്, മിഥ്യയായതാണ്. ആൻഡ് ഇറക്ട്, നിവർന്നതാണ്. നമ്മുടെ ഫേസ് നമ്മൾ മിററിൽ നോക്കുമ്പോൾ, ഏത് മിററിൽ, വണ്ടിയുടെ സൈഡ് മിററിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് നിവർന്നതായിരിക്കും ഉണ്ടാവും. അപ്പൊ വിർച്വൽ ആൻഡ് ഇറക്ട്. ഡിമിനിഷ്ഡ് എന്താണ്? ഒബ്ജക്റ്റിന്റെ സൈസ് ഇത്രയും ഉണ്ടായിരുന്നു, ഇമേജിന്റെ സൈസ് എന്താണ്? ചെറുതാണ്. അപ്പൊ ഡിമിനിഷ് എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. കോൺകേവ് മിററിന്റെ കേസ് പോലെ ബിയോണ്ട് സി, അറ്റ് സി എന്ന് പറഞ്ഞ ഒരുപാട് കേസസ് ഒന്നും പഠിക്കാനില്ല. ഈ ഒരു കേസ് മാത്രം. ഇനി ലാസ്റ്റ് കേസ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയുടെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു, വരയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ളതാണ്. ഒബ്ജക്ട്, ഒരു വസ്തു ഒരുപാട് അകലെ ഇൻഫിനിറ്റി അനന്തതയിൽ വെച്ചു അല്ലെ? അപ്പൊ അനന്തതയിൽ ആയതുകൊണ്ട് നമ്മൾ വലിയൊരു ഒബ്ജക്ട് വരയ്ക്കുന്നത്. സാധാരണ നമ്മൾ ഒബ്ജക്ട് ഇങ്ങനെയാണ് വരയ്ക്കാറ്. ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഒരു വലിയൊരു ഒബ്ജക്ട് വരച്ചു. ഇൻഫിനിറ്റിയിൽ ലൈറ്റ് വരുമ്പോൾ പാരലൽ ലൈറ്റ് റേസ് മാത്രമേ കടന്നു വരുള്ളൂ. അപ്പൊ ഇൻഫിനിറ്റിയിൽ ഒരു പാരലൽ ലൈറ്റ് വന്നു. അപ്പൊ എന്തെങ്കിലും ഇറ്റ് അപ്പിയേഴ്സ് ടു ബി പാസിംഗ് ത്രൂ എഫ്. പിന്നെയും ഒരു പാരലൽ റേ ഓഫ് ലൈറ്റ് വന്നു. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി പാസിംഗ് ത്രൂ എഫ്. അപ്പൊ നമ്മൾ എക്സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്ട്രാപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്? എഫിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കേസ് ആണ് കോൺവെക്സ് മിററിന്റെ റേ ഡയഗ്രാം. അപ്പോ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററും അറ്റ് ഇൻഫിനിറ്റി. അപ്പോ കോൺകേവിന്റെ 6 കേസും കോൺകേവ് മിററിന്റെ 6 കേസും കോൺവെക്സ് മിററിന്റെ 2 കേസും നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. അപ്പോ നമ്മൾ ആ 4 പോയിന്റ് അറിയാവുന്ന ഒരു കുട്ടിക്ക് ഈ 8 ഫിഗറും ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. അപ്പൊ എക്സാമിന് മറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചോദിക്കാൻ ചാൻസ് കൂടിയ ഒരു ഭാഗമാണ് ഈ റേ ഡയഗ്രാം. അപ്പൊ റേ ഡയഗ്രാം വൃത്തിയായിട്ട് വരയ്ക്കുക, ആരോ മാർക്ക് കൊടുക്കുക, പ്രോപ്പർട്ടീസ് എല്ലാം എഴുതുക, ഇവിടെ ഷെയ്ഡിങ് ചെയ്യണം. നമ്മുടെ അടുത്ത ടോപ്പിക് ആണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ. അപ്പൊ റേ ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അതായത് മിറർ ഫോർമുല ഉണ്ട്. മിറർ ഫോർമുല എല്ലാവർക്കും അറിയുന്നുണ്ടാവും. 1/f = 1/u + 1/v മിററിന്റെ കേസിൽ. അതേപോലെ ലെൻസിന്റെ ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് ആ മിറർ ഫോർമുല വെച്ച് ഒരു പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 4 റൂൾസ് അറിയണം. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ അറിയണം. ഈ 4 റൂൾസ് അറിയാണ്ട്, അതായത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ കൊടുക്കാറുണ്ട്. ഈ 4 പോയിന്റ്സ് അറിയാണ്ട് ഒരൊറ്റ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അടുത്തൊരു പോയിന്റ് ആയിട്ടുള്ളത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ. ഈ റൂൾ കൊണ്ട് 2 ഉപയോഗമാണുള്ളത്. ഒന്നാമത്തെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും ഡിഫൈൻ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ. എന്താണ് ഈ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ? അപ്പൊ ഈ 4 പോയിന്റുകൾ നമ്മൾ എന്ത് എഴുതി വെക്കണം. ഫിഗർ വേണമെങ്കിൽ വരച്ചു വെക്കാം. അടുത്തത് രണ്ടാമത്തെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിന് പ്രോബ്ലം ചോദിച്ചു, മിറർ ഫോർമുലയോ മാഗ്നിഫിക്കേഷനോ ആവർത്തനോ ഏതൊരു ഫോർമുല വെച്ചിട്ട് ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാലും ഈ 4 പോയിന്റ്, അതായത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ആ സൈൻ കൊടുക്കാൻ നമുക്ക് ഈ റൂൾ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഈ പോയിന്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് കിടക്കാം, ഈ റൂളിലേക്ക് കിടക്കാം, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഒബ്ജക്ട് ഷുഡ് ആൾവേസ് പ്ലേസ് ലെഫ്റ്റ് ടു ദ മിറർ. വസ്തു ഏതൊരു മിറർ ആണെങ്കിലും, കോൺകേവ് മിറർ ആണെങ്കിലും
കോൺവെക്സ് മിറർ ആണെങ്കിലും ഒബ്ജക്ട് എപ്പോഴും മിററിന്റെ ലെഫ്റ്റ് ഭാഗത്ത് വെക്കണം. അതായത് ഒരു കോൺകേവ് മിറർ ആണല്ലോ ഇത്. ഞാൻ ഒബ്ജക്ട് എവിടെ കീപ്പ് ചെയ്തു? ലെഫ്റ്റ് ഭാഗത്ത് കീപ്പ് ചെയ്തു. ഒരിക്കലും ഒബ്ജക്ട് എവിടെ, ഈ റൂൾ പ്രകാരം ഒരിക്കലും ഒബ്ജക്ട് എവിടെ കീപ്പ് ചെയ്യാൻ പാടില്ല? റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു കോൺകേവ് മിറർ തന്നെയാണ്. ഈ മിറർ ഞാൻ ജസ്റ്റ് തിരിച്ചു വെച്ചതാണ്. ഇതും ഒരു കോൺകേവ് മിറർ ആണ്. ഇതിന്റെയും എനിക്ക് ഇവിടെ സിയും എഫും എല്ലാം മാർക്ക് ചെയ്യാം. ഇവിടെ ഒബ്ജക്ട് കീപ്പ് ചെയ്യാം. ഇങ്ങനെ എനിക്ക് റേ ഡയഗ്രാം വരയ്ക്കാം. ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ ഇങ്ങനെയും എനിക്ക് റേ ഡയഗ്രാം വരച്ചിട്ട് എനിക്ക് ആൻസർ കിട്ടും. പക്ഷെ ഈ ഫിഗർ ശരിക്കും എന്താണ്? തെറ്റാണ്. കാരണം ഒബ്ജക്ട് നമ്മൾ എവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്? റൈറ്റ് ഭാഗത്ത്. റൂൾ പ്രകാരം ഒബ്ജക്ട് എപ്പോഴും എവിടെ കീപ്പ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ ഒബ്ജക്ട് കീപ്പ് ചെയ്യണം. അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കി, ഒബ്ജക്ട് ഷുഡ് ആൾവേസ് പ്ലേസ് ലെഫ്റ്റ് ടു ദ മിറർ. അതല്ലെങ്കിൽ നമുക്ക് വേറെ പോയിന്റ് കൂടി പറയാം, അല്ലെങ്കിൽ ലൈറ്റ് റേ എവിടെ വരണം? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരണം. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞാൽ മതി. ഇതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ ഒബ്ജക്ട് ഷുഡ് ആൾവേസ് പ്ലേസ് ലെഫ്റ്റ് ടു ദ മിറർ. ഒബ്ജക്ട് എപ്പോഴും മിററിന്റെ ലെഫ്റ്റ് ഭാഗത്ത് കീപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ മിററിന്റെ ലെഫ്റ്റ് ഭാഗത്ത് കീപ്പ് ചെയ്തു. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് നമുക്കിവിടെ പോൾ ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ് കൂടി ഞാൻ പറയാം. നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ആർ, റേഡിയസ് ഓഫ് കർവേച്ചർ. അതായത് ഒരു മിററിന്റെ ഇവിടെ സെന്റർ ഉണ്ടാവും, എഫ് ഉണ്ടാവും. ഒരു മിററിന്റെ സെന്റർ മുതൽ പോള് വരെയുള്ള ദൂരത്തിന്, അതായത് നമുക്കറിയാം ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്ററിൽ നിന്ന് മിററിലേക്കുള്ള ദൂരമാണ്, അല്ലെങ്കിൽ സ്ഫിയറിലേക്കുള്ള ദൂരമാണ്. അപ്പൊ സെന്ററിൽ നിന്ന് പോളിലേക്കുള്ള ദൂരത്തിനെയാണ് റേഡിയസ് വിളിക്കുന്നത്, ആർ എന്ന് വിളിക്കുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണ്. ഫോക്കസ് മുതൽ പോള് വരെയുള്ള ദൂരത്തിന് വിളിക്കുന്ന പേരാണിത് ഫോക്കസ് ദൂരം, സ്മാൾ ലെറ്റർ എഫ്. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ സെന്റർ മുതൽ പോള് വരെയുള്ള ദൂരം. ഇത് ഫോക്കസ് മുതൽ പോള് വരെയുള്ള ദൂരമാണ് എഫ്. ഇനി രണ്ട് ലെറ്റേഴ്സും കൂടി ഉണ്ട്, യു അതേപോലെ ഡി. യു എന്ന് പറഞ്ഞാൽ വസ്തുവിലേക്കുള്ള ദൂരം. ഇത് ഒബ്ജക്ട് അല്ലേ, പോളിന്ന് വസ്തുവിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ സ്മാൾ ലെറ്റർ യു എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. വി എന്ന് പറഞ്ഞാൽ പ്രതിബിംബം. സപ്പോസ് ഇവിടെ ഇമേജ് ഫോം ചെയ്തു, പോളിന്ന് ഇമേജിലേക്കുള്ള ദൂരത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? വി എന്ന് വിളിക്കുന്നത്. അപ്പൊ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കി, ഒബ്ജക്ട് ഷുഡ് ആൾവേസ് പ്ലേസ് ലെഫ്റ്റ് ടു ദ മിറർ. ഒബ്ജക്ട് എപ്പോഴും നമ്മൾ മിററിന്റെ ലെഫ്റ്റ് ഭാഗത്ത് വെക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഓൾ ദ മെഷർമെന്റ്സ് ആർ ടേക്കൺ ഫ്രം പോൾ. എല്ലാ അളവുകളും നമ്മൾ തുടങ്ങുന്നത് പോൾ എന്നാണ്. ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ നമ്മൾ മാത്സിൽ അല്ലെങ്കിൽ ഫിസിക്സിലൊക്കെ നമ്മൾ ഗ്രാഫ് വരയ്ക്കാറുണ്ട്. ഏതൊരു ഗ്രാഫിൽ നമ്മൾ മെഷർമെന്റ് ഒറിജിനൽ അല്ലേ തുടങ്ങാറ്? എല്ലാം നമ്മൾ അളന്ന് തുടങ്ങുന്നത് ഒറിജിനൽ എന്നാണ്. ഇവിടെ ഒറിജിന്റെ സ്ഥാനം ആർക്കാണ്? പോളിനാണ്. എല്ലാ മെഷർമെന്റും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പോൾ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ്. ഉദാഹരണത്തിന് എന്താണ് ഫോക്കസ് ദൂരം? പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരത്തിനെയാണ് ഫോക്കസ് ദൂരം. അപ്പോഴും നമ്മൾ പോളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് റേഡിയസ്? പോളിന് സെന്ററിലേക്കുള്ള ദൂരത്തിനെയാണ് റേഡിയസ് വിളിക്കുന്നത്. പോളിന് വസ്തുവിലേക്കുള്ള ദൂരത്തിനെയാണ് യു എന്ന് വിളിക്കുന്നത്. പോളിന് ഇമേജിലേക്കുള്ള ദൂരത്തിനെയാണ് വി എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാ മെഷർമെന്റും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പോളിൽ നിന്നാണ്. അപ്പൊ നമുക്ക് എന്ത് രണ്ടാമത്തെ പോയിന്റും എളുപ്പമാണ്. ഓൾ ദ മെഷർമെന്റ്സ് ആർ ടേക്കൺ ഫ്രം പോൾ, അല്ലെങ്കിൽ പോൾ ഈസ് അസ്യൂംഡ് ടു ബി ദ ഒറിജിൻ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാക്കി. ഇനി മൂന്നാമത്തത്, ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൽ ഇവിടെ 0 അല്ലെങ്കിൽ ഒറിജിൻ ഇവിടെ 1 2 3 ഉണ്ടാവും. ലെഫ്റ്റിലേക്ക് നമ്മൾ എന്താ -1 -2 ആൻഡ് -3. നമ്മുടെ മുകളിലേക്ക് 1 2 3, താഴേക്ക് -1 -2 ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ വരക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഗ്രാഫിൽ തന്നെ നമുക്ക് സാധാരണ നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ ഇതുപോലെയാണ് വരക്കാറ്. അപ്പൊ ഗ്രാഫിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ഒറിജിന്റെ വലത്തെ ഭാഗത്തുള്ള മെഷർമെന്റ്സ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും, ഒറിജിന്റെ ഇടത്തെ ഭാഗത്തുള്ള മെഷർമെന്റ്സ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഒറിജിന്റെ മുകൾ ഭാഗത്തേക്കുള്ള എല്ലാ മെഷർമെന്റ്സും പോസിറ്റീവ് ആണ്, താഴ്ഭാഗത്തുള്ളതെല്ലാം എന്താണ്? നെഗറ്റീവ് ആണ്. സെയിം കേസ് നമ്മുടെ ഒറിജിൻ എല്ലാ മെഷർമെന്റും സ്റ്റാർട്ട് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഒറിജിൻ. ഇവിടെ പോളിൽ നിന്നാണ് എല്ലാ മെഷർമെന്റ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഒറിജിൻ ആരാണ്? പോൾ. അപ്പൊ പോളിന്റെ വലത്തെ ഭാഗത്തുള്ള മെഷർമെന്റ്സ് ഒക്കെ എല്ലാം എന്തായിരിക്കും? പോസിറ്റീവ്. ലെഫ്റ്റ് ഭാഗത്തുള്ളതെല്ലാം നെഗറ്റീവ്. പോളിന്റെ മുകൾ ഭാഗത്തേക്കുള്ള മെഷർമെന്റ്സ് എല്ലാം പോസിറ്റീവ്, താഴ്ഭാഗത്തുള്ളതെല്ലാം നെഗറ്റീവ് അല്ലെ? ഓക്കെ. അപ്പൊ പോളിന്റെ വലത്തെ ഭാഗത്തുള്ള എല്ലാ മെഷർമെന്റ്സും നമ്മൾ എന്താക്കിയെടുക്കും? പോസിറ്റീവ് ആക്കിയെടുക്കും. പോളിന്റെ ലെഫ്റ്റ് ഭാഗത്തുള്ള എല്ലാ മെഷർമെന്റ്സും നെഗറ്റീവ് ആക്കിയെടുക്കും. പോളിന്റെ താഴെ ഭാഗത്തുള്ള എല്ലാം നെഗറ്റീവ് ആക്കിയെടുക്കും. പോളിന്റെ മുകൾ ഭാഗത്തുള്ള എല്ലാം പോസിറ്റീവ് ആക്കിയെടുക്കും. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞുതരാം. നമ്മൾ റൂള് പ്രകാരം ഒബ്ജക്റ്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ വെക്കാൻ പാടുള്ളൂ. ഒബ്ജക്ട് ദൂരത്തിന് നമ്മൾ ഏത് ലെറ്റർ റെപ്രസെന്റ് ചെയ്യാം? യു. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലത്തിൽ യു ഈക്വൽ 30 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. വസ്തുവിലേക്കുള്ള ദൂരം 30 സെന്റിമീറ്റർ ആണ്. പ്രോബ്ലത്തിൽ ഒരിക്കലും പോസിറ്റീവ് നെഗറ്റീവ് സൈൻ തരില്ല. പ്രോബ്ലത്തിൽ വാല്യൂ മാത്രമേ തരുള്ളൂ. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കൊടുക്കണം, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കണം. അപ്പൊ യു നമ്മുടെ റൂൾ പ്രകാരം ഒബ്ജക്ട് നമ്മൾ എപ്പോഴും ലെഫ്റ്റിൽ വെക്കാൻ പാടുള്ളൂ. അപ്പൊ പോളിന്റെ ഇടത്തെ ഭാഗത്താണ് ഒബ്ജക്ട് ഉള്ളത്. അതുകൊണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? അതിന് നെഗറ്റീവ് കൊടുക്കണം. ഇനി നമുക്ക് ബിയോൺസിയിൽ ഒബ്ജക്ട് വെച്ചാൽ ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത്, ഇമേജ് ദൂരത്തിൽ നമ്മൾ എന്താ വിളിക്കാറ്? വി എന്നല്ല വിളിക്കാറ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇമേജ് ഡിസ്റ്റൻസ് ഒരു 10 സെന്റിമീറ്റർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ കിട്ടി.
അപ്പോ ഇമേജ് ഫോം ചെയ്തത് ലെഫ്റ്റ് ഭാഗത്തല്ലേ, പോളിന്റെ ഇടത്തെ ഭാഗത്ത്, അതുകൊണ്ട് എന്ത് കൊടുക്കാം, മൈനസ് കൊടുക്കാം. ഒരു ഉദാഹരണത്തിന് ഞാൻ ഒബ്ജക്റ്റ് കീപ്പ് ചെയ്തു. ഇവിടെ ഇമേജ് എനിക്ക് റൈറ്റ് സൈഡിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇമേജിന് ഞാൻ എന്ത് കൊടുക്കണം, പ്ലസ് എന്ന് കൊടുക്കണം. കാരണം പോളിന്റെ റൈറ്റ് ഭാഗത്തല്ലേ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ റൈറ്റ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് കൊടുക്കും, ലെഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കും. മുകൾ ഭാഗത്തേക്കാണെങ്കിൽ പോസിറ്റീവ്, താഴ്ഭാഗത്തേക്കാണെങ്കിൽ നെഗറ്റീവ്. ഒരു എക്സാമ്പിൾ, എനിക്ക് ഒരു ഇമേജ് ഇവിടെ കിട്ടി. നിവർന്ന് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ്. അപ്പൊ ഈ ഇമേജിന്റെ ഹൈറ്റ് 5 സെന്റിമീറ്റർ ഉണ്ട്. ഇമേജിന്റെ ഹൈറ്റ്, അപ്പൊ ഹൈറ്റ് മുകളിലേക്കല്ലേ ഉള്ളത്, അതുകൊണ്ട് എന്ത് കൊടുക്കാം, പ്ലസ് 5 എന്ന് കൊടുക്കാം. ഒരു ഇമേജിന്റെ തല കുത്തിനായിട്ടുള്ള ഇമേജ് കിട്ടി ഒരു 2 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ളത്. അപ്പൊ ഇമേജിന്റെ ഹൈറ്റ് താഴേക്കല്ലേ, അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും, -2 എന്ന് കൊടുക്കും. അപ്പൊ റൈറ്റ് ഭാഗത്തുള്ളതെല്ലാം പോസിറ്റീവ്, ലെഫ്റ്റിലേക്കുള്ളതെല്ലാം നെഗറ്റീവ്, മുകളിലേക്കുള്ളതെല്ലാം പോസിറ്റീവ്, താഴേക്കുള്ളതെല്ലാം നെഗറ്റീവ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സൈൻ കൺവെൻഷൻ റൂൾ. അപ്പൊ സൈൻ കൺവെൻഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രോബ്ലവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് മിറർ ഫോർമുല അല്ലെങ്കിൽ മിറർ ഇക്വേഷൻ. അപ്പൊ നമുക്ക് മിറർ ഇക്വേഷൻ അറിയാം, 1/f is equal to 1/u plus 1/v. f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ദൂരം, u ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, വസ്തുവിലേക്കുള്ള ദൂരം, v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. ഇമേജ് എല്ലാ മെഷർമെന്റും നമ്മൾ പോകുന്ന ഇമേജിലേക്കുള്ള ദൂരം. അപ്പൊ വസ്തുവിലേക്കുള്ള ദൂരം, ഇമേജിലേക്കുള്ള ദൂരം, f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ദൂരം. 1/f equal to 1/u plus 1/v. ഇതാണ് മിറർ ഇക്വേഷൻ. ഇത് വെച്ചിട്ടാണ് ചില എക്സാമിന് ചിലപ്പോ യുവിന്റെ വാല്യൂ തരും, വിന്റെ വാല്യൂ തരും, എഫ് കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും 2 വാല്യൂ തരും, അടുത്തൊരു വാല്യൂ എന്ത് ചെയ്യാൻ പറയും, നമുക്ക് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണാണ്ട് പഠിക്കേണ്ടത്. ഇനി ഈ ഒരു ഇക്വേഷൻ ശരിക്കും പഠിച്ചാൽ മതി. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ ആണ്, f equal to uv divided by v plus u. അത് ഈ ഇക്വേഷൻ, ഈ ഫോർമുല നമ്മൾ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 1 into v plus 1 into u divided by u into v. അപ്പൊ 1/f അല്ലേ കിട്ടിയത്, നമുക്ക് f അല്ലേ വേണ്ടത്, അപ്പൊ റെസിപ്രോക്കൽ എടുത്തു. അങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നത്. ഇനി അടുത്തത് ചിലപ്പോൾ സാറന്മാർ എഴുതാറുണ്ട് u equal to fv divided by v minus f. ഈ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്, ഇവിടെ നമ്മൾ 1/u നിർത്തി, ഈ പ്ലസ് 1/v ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ -1/v ആയി റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ ശരിക്കും ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ഇത് റീഅറേഞ്ച് ചെയ്ത് കിട്ടുന്നതാണ് ഈ 3 ഇക്വേഷൻസും. അപ്പോ ഇതെല്ലാം പഠിക്കാൻ പറ്റുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കാണാതെ പഠിച്ചു വെക്കാം. അപ്പൊ അറേഞ്ച്മെന്റിന്റെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതല്ലാത്ത ഒരാൾക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തതെല്ലാം കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ u equal to fv divided by v minus f, v equal to fu divided by u minus f. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. 1/f is equal to 1/u plus 1/v. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പോ ഇതാണ് നമ്മുടെ മിറർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, സൈൻ കൊടുക്കണം. ഉദാഹരണത്തിന് വസ്തുവിലേക്കുള്ള ദൂരം 30 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. സൈൻ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും സൈൻ ചെയ്തില്ല, നമ്മൾ സൈൻ ചെയ്തിട്ട് കൊടുത്തിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആൻസർ തെറ്റും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺകേവ് മിറർ ഉണ്ട്. ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ മിഡ് പോയിന്റ് എഫ് പോൾ അല്ലെ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ആണ്, 15 സെന്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം. അപ്പൊ എക്സാമിന് ചെയ്യുമ്പോൾ ഫോക്കസ് ദൂരം 15 സെന്റിമീറ്റർ ആയിട്ട് ഇനി നമ്മൾ സൈൻ കൊടുക്കണം. പോളിന്റെ, ഇതാണ് പോളിന്റെ ലെഫ്റ്റ് ഭാഗത്താണ് ഒരു കോൺകേവ് മിററിന്റെ എഫ് ലെഫ്റ്റ് ഭാഗത്താണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് കൊടുക്കണം. കാരണം പോളിന്റെ ലെഫ്റ്റ് ഭാഗത്താണ് ഫോക്കസ് വരുന്നത്. ഈ അടുത്തത് ഒരു കോൺവെക്സ് മിറർ ഉണ്ട്. ഈ കോൺവെക്സ് മിററിന്റെ സെന്റർ ഇവിടെ ഉണ്ടാവും, ഫോക്കസ് ഇവിടെ ഉണ്ടാവും. എക്സാമ്പിൾ ഇതൊരു 15 സെന്റിമീറ്ററിന്റെ ഫോക്കസ് ദൂരം. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് +15 കൊടുക്കണം. കാരണം ഒരു കോൺവെക്സ് മിററിന് നമ്മൾ പോസിറ്റീവ് ആണ് ഫോക്കൽ ലെങ്ത് കൊടുക്കേണ്ടത്. കാരണം പോളിന്റെ റൈറ്റ് ഭാഗത്താണ് എഫ് വരുന്നത്, കോൺകേവ് ആണെങ്കിൽ ലെഫ്റ്റ് ഭാഗത്താണ്. അപ്പൊ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, ഈവൻ മാഗ്നിഫിക്കേഷൻ എന്ത് നമ്മൾ ചെയ്യുന്ന സമയത്തും പോസിറ്റീവ് സൈൻ, നെഗറ്റീവ് സൈൻ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പൊ ഇതാണ് മിറർ ഫോർമുല. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്, മാഗ്നിഫിക്കേഷൻ. ആൻഡ് മാഗ്നിഫിക്കേഷൻ മലയാളത്തിൽ നമ്മൾ ആവർത്തനം എന്ന് വിളിക്കും. ആൻഡ് മാഗ്നിഫിക്കേഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ m. സ്മോൾ ലെറ്റർ m വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ? മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. പ്രതിബിംബത്തിന്റെ ഉയരം ഡിവൈഡഡ് ബൈ വസ്തുവിന്റെ ഉയരം. ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പൊ ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും ശരിയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇനി അതല്ലാണ്ട് വേറെ ഇക്വേഷൻ ഉണ്ട്, മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു -v ഡിവൈഡഡ് ബൈ u. v എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്, u എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. അപ്പൊ വിയും യുവും ആണ് ക്വസ്റ്റ്യൻ തരുന്നെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അതല്ല ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും ആണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ സൈൻ കൊടുക്കണം. ഹൈറ്റ് ഓഫ് ഇമേജ്, ഇമേജിന്റെ ഹൈറ്റ് മുകളിലേക്കാണെങ്കിൽ എന്താ പോസിറ്റീവ് കൊടുക്കും, താഴേക്കാണെങ്കിൽ നെഗറ്റീവ്. ഇവിടെ എല്ലാം നമ്മൾ സൈൻ കൺവെൻഷൻ റൂൾ വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് മാഗ്നിഫിക്കേഷൻ. ഇനി എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈറ്റ് ഓഫ് ഇമേജിന്റെയും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിന്റെയും റേഷ്യോ ആണ് മാഗ്നിഫിക്കേഷൻ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും സെയിം ആയി, അതായത് ഈ വാല്യൂ നമുക്ക് മാത്സിൽ അറിയാൻ പറ്റും.
ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈ രണ്ട് നമ്പറും സെയിം വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ആൻസർ എത്ര വരിക 1 അല്ലേ. ഉദാഹരണം ഇവിടെ 10 ഇവിടെയും 10 വന്നു, ആൻസർ 1. ഇവിടെ 50 ഇവിടെ 50, രണ്ട് നമ്പർ ഒരേ നമ്പറോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1 അല്ലേ വരുന്നുണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും സെയിം ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എത്ര വരും? 1 വരും. നമ്മൾ കോൺകേവ് മിററിന്റെ ഡയഗ്രാം വെച്ചത് ഓർമ്മയുണ്ടോ? സീൽ വെക്കുന്ന സമയത്ത് നമുക്ക് സീലിന്റെ ഇമേജ് കിട്ടുന്നുണ്ട്. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ഇമേജും സെയിം ആണ്. അപ്പൊ ചിലപ്പോൾ എക്സാമിൽ ചോദിക്കുമ്പോൾ ഒരാൾക്ക് മാഗ്നിഫിക്കേഷൻ 1 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക? അപ്പൊ കോൺകേവ് മിററിന്റെ സീലായിരിക്കും ഉണ്ടാവുക. അപ്പൊ മാഗ്നിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും നമ്മുടെ റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മാഗ്നിഫിക്കേഷന്റെ മീനിങ്. ഇനി വേണമെങ്കിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. ഒരു ഒബ്ജക്ട് ഒരു പ്രോബ്ലം ചെയ്ത സമയത്ത് നമുക്ക് മാഗ്നിഫിക്കേഷൻ 3 എന്ന് കിട്ടി. അതിന്റെ മീനിങ് എന്താണെന്നറിയോ? മാഗ്നിഫിക്കേഷൻ 3 ആണെങ്കിൽ ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇമേജ് 3 ഇരട്ടി എന്താണ്? വലുതാണ്. ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇമേജ് 3 ഇരട്ടി വലുതാണ്. മാഗ്നിഫിക്കേഷൻ 10 ആണ് ആൻസർ എന്നെങ്കിൽ ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ 10 ഇരട്ടി വലുപ്പമുണ്ടെന്ന് ഇമേജ്. അപ്പൊ മാഗ്നിഫിക്കേഷൻ 1നേക്കാളും കൂടുതലാണെങ്കിൽ ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര മടങ്ങ് ഇമേജ് എന്താണ്? വലുതാണ്. മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ഇമേജും എന്താണ്? സെയിം ആണ്. ഈ മാഗ്നിഫിക്കേഷൻ 1നേക്കാളും ചെറുതാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ 0.1 0.5 കിട്ടി. മാഗ്നിഫിക്കേഷൻ 1നേക്കാളും ചെറുതാണെങ്കിൽ അതിന്റെ മീനിങ് ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇമേജിന്റെ സൈസ് എന്താണ്? ചെറുതാണ്. മനസ്സിലായോ? അപ്പൊ മാഗ്നിഫിക്കേഷൻ 1നേക്കാളും ചെറുതാണെങ്കിൽ ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇമേജിന്റെ സൈസ് ചെറുതാണ്. മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും എന്താണ്? സെയിം ആണ്. മാഗ്നിഫിക്കേഷൻ 1നേക്കാളും വലുതാണെങ്കിൽ ഒബ്ജക്റ്റിനെക്കാളും ഇമേജ് അത്രയും മടങ്ങുണ്ടായിരിക്കും, വലുതായിരിക്കും. സാധാരണ മൈക്രോസ്കോപ്പ് ഒക്കെ മാഗ്നിഫിക്കേഷൻ 2000 3000 ഒക്കെ കിട്ടാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ 2000 മടങ്ങ് ഇമേജ് എന്തായിരിക്കും ഉണ്ടാവുക? വലുതായിരിക്കും ഉണ്ടാവുക. പക്ഷെ മൈക്രോസ്കോപ്പിന്റെ കേസിലുള്ള ലെൻസ് ആണ് ഉപയോഗിക്കുക. നമ്മൾ ഇവിടെ എന്താണ് പറയുന്നത്? മിറർ ആണ്. അത്രയുള്ള ഡിഫറൻസ്. അപ്പൊ ഇതാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ. ഇത് വെച്ചിട്ടെല്ലാം പ്രോബ്ലം ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതെല്ലാം എന്ത് ചെയ്യുന്നത്? വർക്ക് ഔട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്ത് കൊടുക്കണം? സൈൻ കൊടുക്കണം. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. മാഗ്നിഫിക്കേഷൻ എന്ത് വരാറുണ്ട്? പോസിറ്റീവ് വരും. മാഗ്നിഫിക്കേഷൻ എന്ത് വരാറുണ്ട്? നെഗറ്റീവ് വരാറുണ്ട്. അപ്പൊ ആ ഒരു കേസ് കൂടി ഞാൻ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ മാഗ്നിഫിക്കേഷനെ സംബന്ധിച്ച് ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു പോയിന്റ് കൂടിയുണ്ട്. മാഗ്നിഫിക്കേഷൻ, അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് മാഗ്നിഫിക്കേഷൻ +5 കിട്ടി, അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ -5 കിട്ടി. ഇപ്പൊ മാഗ്നിഫിക്കേഷന്റെ സൈൻ നോക്കിയിട്ട് ഈ 5ന്റെ മീനിങ് എന്താണ്? ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ 5 മടങ്ങ് ആര് വലുതാണ്? ഇമേജ് വലുതാണെന്നാണ് ഈ 5ന്റെ മീനിങ്. പോസിറ്റീവ് നെഗറ്റീവ് സൈനിനും ഓരോ മീനിങ് ഉണ്ട്. മാഗ്നിഫിക്കേഷന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്തായിരിക്കും ഉണ്ടാവുക? മിഥ്യയായ ഇമേജ് അല്ലെങ്കിൽ വെർച്വൽ ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്തായിരിക്കും? റിയൽ ആയിരിക്കും, അല്ലെങ്കിൽ യഥാർത്ഥമായിരിക്കും. അപ്പൊ ചില പേരുകൾ അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് കാണാണ്ട് പഠിക്കാം, അതല്ലെങ്കിൽ ഇത് എങ്ങനെ ഒന്നും വേണമെങ്കിൽ ഞാൻ പറയാം. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ നമുക്കറിയാം. മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഉണ്ടാവും. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എല്ലാ സമയത്തും പോസിറ്റീവ് ആണ്. കാരണം നമ്മൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ നിവർത്താൻ വെക്കാറുള്ളൂ. ഒരാൾ ഒബ്ജക്റ്റ് തല കീഴായിട്ട് വെക്കാറില്ല. അപ്പൊ ഒബ്ജക്റ്റിന്റെ ഉയരം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഹൈറ്റ് ഓഫ് ഇമേജ് നമുക്കറിയാം. യഥാർത്ഥം നമ്മൾ ബിയോണ്ട് സിക്ക് അപ്പുറത്ത് വെച്ചപ്പോൾ നമുക്ക് ബിറ്റ്വീൻ സി ആൻഡ് എഫ് എല്ലാ യഥാർത്ഥ റിയൽ ആവുന്ന സമയത്ത് എല്ലാ സമയത്തും ഇമേജ് തല കീഴായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ താഴേക്കല്ലേ ഇമേജിന്റെ ഹൈറ്റ് വരുന്നത്? അപ്പൊ നെഗറ്റീവ്. അപ്പൊ റിയലിന്റെ കേസിൽ ഹൈറ്റ് ഓഫ് ഇമേജ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ് നമ്പർ പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ നെഗറ്റീവ് അല്ലേ കിട്ടുന്നത്. അതാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവുമ്പോൾ റിയൽ എന്ന് പറയാൻ കാരണം. ഇനി നമുക്ക് അറിയാം ഒരു കോൺകേവ് മിററിന്റെ കേസിൽ എഫിന്റെയും പിന്റെയും ഇടയിൽ നമ്മൾ വസ്തു വെച്ചു. ഈ ഭാഗത്ത് നമ്മൾ വസ്തു വെക്കുന്ന സമയത്ത് നമുക്ക് മിററിന്റെ ഉൾഭാഗത്ത് ഒരു നിവർന്ന ഒരു ഇമേജ് കിട്ടുന്നുണ്ട്. ഈ ഒരൊറ്റ കേസിൽ മാത്രമേ നമുക്ക് ഒരു വിർച്വൽ ഇമേജ് കിട്ടുന്നുള്ളൂ. അപ്പൊ മിഥ്യയായ ഇമേജ് അല്ലെങ്കിൽ വിർച്വൽ ഇമേജിന്റെ കേസിൽ നമുക്ക് നിവർന്നിട്ടാണ് ഇമേജ് രൂപപ്പെടുന്നത്. അപ്പൊ വിർച്വൽ ഇമേജ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എല്ലാ സമയത്തും പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ വിർച്വലിന്റെ കേസിൽ ഇമേജ് ഹൈറ്റ് എന്താണ്? പോസിറ്റീവ് ആണ്. ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് വേറെ പോസിറ്റീവ് നമ്പർ ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും, പോസിറ്റീവ് കിട്ടും. അതുകൊണ്ടാണ് വിർച്വൽ ഇമേജിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ എന്താവുന്നത്? പോസിറ്റീവ് ആവുന്നത്. ഈ ഭാഗത്ത് കൺഫ്യൂഷനുള്ള ആളുകൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇമേജ് എന്താണ്? റിയൽ ആണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്താണ്? മിഥ്യയായതാണ്, അല്ലെങ്കിൽ എന്താണ്? വിർച്വൽ ആണ്. എക്സാമ്പിൾ ആയിട്ട് മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു +3 എന്ന് പറഞ്ഞു. ഈ 3 എന്ന് പറഞ്ഞതിന്റെ മീനിങ് ഒബ്ജക്റ്റിനെക്കാളും ഇമേജ് 3 മടങ്ങ് എന്താണ്? വലുതാണ്. പ്ലസിന്റെ മീനിങ് ഇമേജ് എന്താണ്? വിർച്വൽ ഇമേജ് ആണ്. ഇനി -3 ആണെങ്കിൽ ഒബ്ജക്റ്റിനെക്കാളും ഇമേജ് 3 മടങ്ങ് വലുതാണ്. നെഗറ്റീവിന്റെ മീനിങ് ഇമേജ് എന്തായിരിക്കും ഉണ്ടാവുക? റിയൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ പ്ലസ് നെഗറ്റീവ് സിമ്പിൾ നോക്കിയിട്ട് നമുക്ക് ഇമേജിന്റെ പ്രോപ്പർട്ടീസ് അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും.
അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഇതിൽ റിമൈനിങ് ആയിട്ട് കുറച്ച് ന്യൂമറിക്കൽസ് ഉണ്ട്, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക.